പണ്ടിയും പഞ്ചാരിയും ഒക്കെ കൊട്ടിക്കയറുകയാണ് പൂരനഗരിയിൽ എന്നതാണ്. ഓരോ കാഴ്ചയും ഓരോ കേൾവിയും ഒരു പുരാതനമായ ആചാരപ്പെരുമയെ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും പുതിയ ഭാവത്തിൽ പുതിയ രൂപത്തിൽ തനിമ നിലനിർത്തിക്കൊണ്ടെത്തിക്കുകയാണ്. പൂരനഗരിയിലെ കാഴ്ചകൾക്ക് അവസാനമില്ല എന്നതാണ്. പൂരവിസ്മയത്തിൽ അലിഞ്ഞ് തൃശൂർ നഗരം. ഘടകപൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിയിലെത്തി. വടക്കുംനാഥനെ വണങ്ങാൻ ചെമ്പൂക്കാവ് ഭഗവതി കിഴക്കേ ഗോപുര നടയിലേക്ക് പ്രവേശിച്ചു. 9 ആനകളുടെ അകമ്പടിയോടെ കണിമംഗലം ശാസ്താവാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ആദ്യമെത്തിയത്. ഒരാണ്ടു കാത്തിരുന്ന പൂരങ്ങളുടെ പൂരം കാണാൻ തേക്കിൻകാട് മൈതാനത്തേക്ക് പൂരപ്രേമികളുടെ ഒഴുക്കാണ്. വെടിക്കെട്ടില്ലെങ്കിലും പൂരത്തിന് മറ്റു കാഴ്ചകളെല്ലാം വർണ്ണാഭമാണ്. 11:30യോടെയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. കിഴക്കൂട്ടനിയന്മാരുടെ പ്രമാണിത്വത്തിൽ ഇലഞ്ഞിത്തറമേളം 2:30-ക്കാണ്. കുടമാറ്റം വൈകിട്ട് 15 മിനിറ്റ് നേരമായിരിക്കും ഉണ്ടാവുക. പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം റിപ്പോർട്ടർ സജ്ജമാണ്. പൂരനഗരിയിൽ നിന്ന് ഷഹദ് റഹ്മാനും അർജുൻ മട്ടന്നൂരും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ ഷഹദിലേക്കാണ് പോകുന്നത്. ഷഹദ്, ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇന്ന് പൂരനഗരിയിലേക്ക് എത്തിയത്. കണിമംഗലം ശാസ്താവ് നേരത്തെ എത്തി. മഞ്ഞും വെയിലും കൊള്ളാതെ കണിമംഗലത്ത് നിന്ന് എഴുന്നള്ളത്ത് എന്നാണ് പൂരനഗരിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ ഘടകപൂരങ്ങളായി വരുമ്പോഴും അതിന്റെ ചന്തം ആസ്വദിച്ച് ഒരേ താളത്തിൽ നടക്കുന്ന മനുഷ്യരെ കൂടി നമുക്ക് കാണാൻ കഴിയും. അവിടെ അലിഞ്ഞങ്ങ് നടക്കുക എന്നതാണ് ആ പൂരപ്പറമ്പിൽ എല്ലാ കാഴ്ചകളും സ്വന്തമാക്കി കണ്ണിലേക്ക് വീണ്ടും മനസ്സിലേക്ക് ആവാഹിച്ച് നടക്കുക എന്നതാണ് അവിടുത്തെ ഒരു ശീലം. അതെങ്ങനെ പുരോഗമിക്കുന്നു? അതായത് ഒരുപാട് പരിമിതികൾ ഇത്തവണത്തെ പൂരത്തിനുണ്ടെങ്കിലും പക്ഷേ ആ പരിമിതികളൊന്നും തന്നെ നമ്മൾ ഈ പൂരപ്പറമ്പിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. അത്രയ്ക്കും വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അതായത് വെടിക്കെട്ടില്ല എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പരിമിതമായ രീതിയിലാണെങ്കിൽ പോലും ഇത്തവണ പൂരം അതിഗംഭീരമായി തന്നെയാണ് ഇത്തവണയും കൊണ്ടാടുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ്, അതായത് നമ്മൾ നിൽക്കുന്നത് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അല്പസമയം മുൻപാണ് ഇവിടേക്ക്, അതായത് വടക്കുംനാഥനെ വണങ്ങാൻ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയും കൊണ്ട് അല്പസമയം മുൻപ് ഇവിടേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കിഴക്കേ ഗോപുര നടയിലൂടെയാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഈ കിഴക്കേ ഗോപുര നടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അല്പസമയം മുൻപാണ് ഇവിടേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. തൊട്ട് ഓപ്പോസിറ്റായിട്ട്, അതായത് നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് പനക്കംപള്ളി ദേശം ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് അവിടെ നിന്നും തിരികെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ദേശക്കാരുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ വാദ്യമേളങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പാറമേക്കാവിന് മുന്നിലാണ് ഇത്തരത്തിൽ അതായത് ഇവരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിന് ശേഷം ഇപ്പോൾ പാറമേക്കാവിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആനകളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ ഈ ദേശക്കാർ എല്ലാവരും, അതായത് ഇവിടെ പൂരത്തിന് ആവേശം തീർക്കാൻ എത്തിയിട്ടുള്ള, പൂരം കാണാൻ എത്തിയിട്ടുള്ള, ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഇപ്പോൾ അവിടെയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് കൂടിയാണ് പോകുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റിക്കൊണ്ട് ഈ വടക്കുംനാഥ സന്നിധിയിലെത്തിയിട്ടുണ്ടായിരുന്നത്. കിഴക്കേ ഗോപുര നടയിലൂടെ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അത് രാമൻ എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കും, രാമചന്ദ്രൻ അല്പസമയം മുൻപാണ് ഇവിടേക്ക് കയറിയിട്ടുള്ളത്. ഇനി വടക്കുംനാഥനെ വണങ്ങി പിന്നീട് കിഴക്കേ ഗോപുര നട വഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ്. നമുക്കൊരു പക്ഷേ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും പോകാമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തു മനോഹരമാണ് ഈ കാഴ്ചകൾ എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ആന എങ്ങനെ, അതായത് ഗജകേസരന്മാർ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, നെറ്റിപ്പട്ടം ചുറ്റും കൊണ്ട് നിരന്ന് നിൽക്കുകയാണ്. ഒപ്പം തന്നെ താളമേളങ്ങളുടെ അകമ്പടിയുമുണ്ട്. അപ്പോൾ വർണ്ണാഭമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അതായത് പലതരത്തിലുള്ള പരിമിതികൾ ഇത്തവണ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും വളരെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇത്തവണ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പാറമേക്കാവിന് മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പനമക്കുംപള്ളി ദേശത്തിന്റെ ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ദേശക്കാരും ഇവിടെ പൂരം ആസ്വദിക്കാനെത്തിയ മുഴുവൻ ആളുകളും ചേർന്ന് ഇപ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടുള്ള
പ്രദർശനമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കനത്ത ചൂടാണ്. ആ കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പൂരത്തെ സ്നേഹിക്കുന്ന, ആനകളെ സ്നേഹിക്കുന്ന, മേളങ്ങളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എല്ലാവരുടെ കൈകളിലും വിശറിയുണ്ട്, ഒപ്പം തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അതായത് അവരെപ്പോഴും ഈ താളത്തിനൊപ്പം തന്നെ താളം പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആനകളുടെ ചന്തം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഓരോരുത്തരും പല ഇടങ്ങളിലായിട്ട് പല ദേശങ്ങളിൽ നിന്നായിട്ട് ഈ പൂര ദിവസം ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. നമ്മളെ കണ്ണിനും കാതിനും ഒക്കെ ഒരുപോലെ കുളിർമയേകുന്ന, ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 3 ആനകളാണ് ഇങ്ങനെ തിടമ്പേറ്റ്, അല്ലെങ്കിൽ 3 ആനകളാണ് ഇങ്ങനെ ഗജവീരന്മാരായിട്ട് നിൽക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അല്പസമയം മുൻപ് നമുക്കറിയാം നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും ഒരു സ്റ്റാർ, അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാൻസ് ഉള്ള ആനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആ ആനയാണ് അല്പസമയം വരെ രാമനാണ്, ആന എന്ന് പറയുന്നതിനപ്പുറത്ത് രാമനാണ് അല്പസമയം മുൻപ് തിടമ്പേറ്റി കയറി പോയിട്ടുണ്ടായിരുന്നത്.